കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിക്കും. ജില്ലയിലെ 227 കേബിൾ ടി.വി. ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്തത്. ചടങ്ങിൽ എൻ.എച്ച്. അൻവർ ഹാളിന്റെ ഉദ്ഘാടനവും എൻ.എച്ച്. അൻവർ ഫോട്ടോ അനാച്ഛാദനവും എൻ.എ. നെല്ലിക്കുന്നി എം.എൽ.എ. നിർവഹിക്കും. കാസർഗോഡ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഉദുമ പാലക്കുന്നിൽ 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഓഫീസ് സമുച്ചയമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വാർത്തയും വിനോദവും വിജ്ഞാനവും വിരൽത്തുമ്പിലെത്തിച്ച് 1 ലക്ഷത്തിലധികം കേബിൾ കണക്ഷനുള്ളതും 65,000 ഇന്റർനെറ്റ് കണക്ഷനുള്ളതും 5 ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി CCN കാസർഗോഡിന്റെ സ്പന്ദനമായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയുടെ 227 കേബിൾ ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്തത്. ഉദുമ എം.എൽ.എ. C.H. കുഞ്ഞമ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആമുഖ പ്രസംഗം നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താനി MP CCN ഓഫീസ് ഉദ്ഘാടനവും നിർവഹിക്കും. എൻ.എച്ച്. അൻവർ ഹാൾ ഉദ്ഘാടനവും എൻ.എച്ച്. അൻവർ ഫോട്ടോ അനാച്ഛാദനവും എൻ.എ. നെല്ലിക്കുന്നി എം.എൽ.എ. നിർവഹിക്കും. കാസർഗോഡ് വിഷൻ ഓഫീസ് ഉദ്ഘാടനം മഞ്ചേശ്വരം എം.എൽ.എ. A.K.M. അഷ്റഫ് നിർവഹിക്കും. കാസർഗോഡ് വിഷൻ തീം സോങ് റിലീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും CCN വീഡിയോ ലോഞ്ച് ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രനും നിർവഹിക്കും. ഉദുമ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഷിയാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് KV കുഞ്ഞിരാമൻ, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, അബ്ദുൽ A.A, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഗോവിന്ദൻ പിലിക്കോട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24x7 MD അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സിബി PS, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ സംസാരിക്കും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, KCCL ഡയറക്ടർ M. ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K. പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P, CCN MD മോഹനൻ എന്നിവർ സംസാരിക്കും. CCN ചെയർമാൻ K. പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ നന്ദിയും പറയും. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബലറാമും ശ്രീലക്ഷ്മി ശ്രീധർ ആൻഡ് സംഘവും നയിക്കുന്ന 7 നോട്ട്സ് ബാൻഡിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ കേബിൾ ടി.വി. ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 11 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ഡിജിറ്റൽ കണക്ഷനും 65,000-ഓളം ബ്രോഡ്ബാൻഡ് കണക്ഷനുമാണ് ഞങ്ങളുടെ കമ്പനിക്കുള്ളത്, CCN എന്ന ഞങ്ങളുടെ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ചാനൽ കാസർഗോഡ് വിഷൻ ഏതാണ്ട് 5 ലക്ഷത്തോളം ആൾക്കാരാണ് ഞങ്ങളുടെ ഈ പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ അതുപോലെ കമ്പനിയുടെ ഉപഭോക്താക്കളായിട്ടുള്ളത്. 5 ലക്ഷത്തോളം ആൾക്കാർ ഈ ഞങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ കുറേ കാലത്തെ അസോസിയേഷൻ ഒരു ആഗ്രഹമായിരുന്നു. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ അസോസിയേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 224 ഓപ്പറേറ്റർമാർ മാത്രമുള്ള ചെറിയൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഞങ്ങൾ അസോസിയേഷനിൽ ആകെയുള്ളത് 224 ഓപ്പറേറ്റർമാർ. അപ്പോൾ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് അതിൽ നിന്നും വരുന്ന മിച്ചം വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കടമൊക്കെ മേടിച്ച് ലോണൊക്കെ എടുത്താണ് ഞങ്ങൾ ഈ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അഞ്ചാമത്തെ ആസ്ഥാന മന്ദിരം പണിയെടുപ്പിക്കുന്ന ജില്ല എന്നുള്ള
ഒരു പ്രത്യേകതയും കൂടി കാസർഗോഡുണ്ട്. ഞങ്ങളെക്കാൾ, അതായത് കാസർഗോഡിനേക്കാൾ ഒരുപാട് ഓപ്പറേറ്റർമാരുള്ള മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാടിൻ്റെ വിവിധ പദ്ധതികൾ അസോസിയേഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവീസും ബ്രോഡ്ബാൻഡ് കണക്ഷനും അപ്പുറത്തേക്ക് ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് NH അൻവർ, ഒരുപക്ഷെ ഇന്ത്യൻ കേബിൾ ടി വിയിൽ അധികാരം എന്ന് തന്നെ പറയാം, NH അൻവറാണ് ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ചത്. അദ്ദേഹം ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി. എന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താനുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം ഉൾപ്പെടെ ഞാൻ വിശദമായി പോകുന്നില്ല. ആ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളെ പോലുള്ള ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഞങ്ങൾ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഏകീകരിച്ചതുപോലെയുള്ള ഒരു സമീപനം ഉണ്ടാവണം എന്നുള്ള ഒരു നമുക്ക് ധാരണയുടെ പുറത്ത് ഇത്തരം കൊച്ചു ഓപ്പറേറ്ററുകളെല്ലാം ചേർന്നുകൊണ്ട് ക്ലസ്റ്റർ സംവിധാനത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ സർവീസ് പ്രൊവൈഡർ ഈ ക്ലസ്റ്ററായിരിക്കും. ഈ ക്ലസ്റ്ററിൻ്റെ നിയന്ത്രണം നേരിട്ടിപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് CCN പോലുള്ള കമ്പനികളുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ഇനി മഞ്ചേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, നീലേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ജില്ലയിൽ കേരള വിഷൻ സർവീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരേപോലെ ഒരേ രീതിയിലായിരിക്കും അത് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും നൽകുക. അത് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വർഷമായി അത് ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. ജില്ലയിൽ തന്നെ ഇപ്പോൾ 6 ക്ലസ്റ്റർ രൂപീകരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഈ വർഷം അടുത്ത ഫിനാൻഷ്യൽ, അതായത് 2026-27 ഫിനാൻഷ്യൽ ഇയറോട് കൂടി അത് സമ്പൂർണ്ണമായിട്ടും ക്ലസ്റ്ററിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേരള വിഷനും CCN അതേപോലെ നമ്മളുടെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്ന സംഘടന തന്നെയാണ് സംഘടനയും വിഭാവനം ചെയ്യുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടു. വാർത്താ സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, CCN വൈസ് ചെയർമാൻ ഷുക്കൂർ കോളിക്കര, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.